എത്തുവാനല്ലാതെ തുച്ഛമീ ജന്മത്തിൻ അർത്ഥമെന്തോ. പുണ്യമാം ഗേഹം പൂകി ഉത്തമർ നിങ്ങൾ വീണ്ടും സ്വച്ഛമാം ജന്മമൊന്നിനി നേടി വന്നിടാനാ. ഒത്തിടട്ടെ വിധിയായിടട്ടെ, ഒത്തിടട്ടെ വിധിയായിടട്ടെ. മക്ക മദീനത്തിൽ എത്തുവാനല്ലാതെ തുച്ഛമീ ജന്മത്തിൻ അർത്ഥമെന്തോ. ഒത്തിടട്ടെ വിധിയായിടട്ടെ, ഒത്തിടട്ടെ വിധിയായിടട്ടെ. മക്ക കനവിലും ഉണർവിലും തിരയുന്നൊരിടമാണല്ലാഹു. മക്ക മദീനത്തിൽ എത്തുവാനല്ലാതെ തുച്ഛമീ ജന്മത്തിൻ അർത്ഥമെന്തോ. ഓരോരോ ദുഃഖഭാരങ്ങളാൽ കാഫ് പർവ്വതം തോളിലേറ്റി ആയുഷ്കാലത്തിൻ മണൽ കാടുകൾ താണ്ടുകയാണടിയും. ബന്ധുവരണ്ടൊരു ചുണ്ടിലൊരിത്തിരി സംസം കുളിർ നീരെനിക്കേകുമോ. ഒത്തിടട്ടെ വിധിയായിടട്ടെ, ഒത്തിടട്ടെ വിധിയായിടട്ടെ. അല്ലാഹ് മോല അല്ലാഹ് മോല. മദീനത്തിൽ എത്തുവാനല്ലാതെ തുച്ഛമീ ജന്മത്തിൻ അർത്ഥമെന്തോ. പുണ്യമാം ഗേഹം പൂകി ഉത്തമർ നിങ്ങൾ വീണ്ടും സ്വച്ഛമാം ജന്മമൊന്നിനി നേടി വന്നിടാനാ. മദീനത്തിൽ എന്തോ നന്നായി പാടിയോ? പറയാം, ചോദിക്കല്ലേ? ചെയ്യാം. ഓക്കെ ശരത് സർ. മോനെ ബെബിനെ, എന്തോ നല്ലൊരു ഉഗ്രം പാട്ട്.
കേട്ടോ. അസാധ്യ പാട്ട്, മക്കളത് നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് മൊത്തത്തിൽ തോന്നിയ എന്താണെന്നറിയാം, കുറച്ചുകൂടെ പവർ ആകാമായിരുന്നു തോന്നി. മക്കൾ ചില സംഗതിയൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി കേട്ടോ. അത് പറയണം എന്തൊക്കെയാലും. അപ്പം നമുക്ക് ഈ പവറിനെ എന്ത് ചെയ്യാൻ പറ്റും? ഇച്ചിരി ഒരു ഗുമ്മായിട്ട് നമുക്കൊരു ഏതെങ്കിലും ഒരു 2 ലൈൻ മക്കൾക്ക് ഇഷ്ടമുള്ള പാടാമോ? കണ്ണിനു കണ്ണായുള്ള റസൂലിൻ പുണ്യപദങ്ങൾ പതിഞ്ഞൊരു മണ്ണിൽ, ഓ കണ്ണിനു കണ്ണായുള്ള റസൂലിൻ പുണ്യപദങ്ങൾ പതിഞ്ഞൊരു മണ്ണിൽ, ഇബ്രാഹീമിൻ വിരലടയാളം പണ്ടു പതിഞ്ഞൊരു കാബാ ചുമരിൽ, ജന്നത്തിനുടയോനരുളിയ ഹജറുള്ള സുവദ് മുത്തി വണങ്ങാൻ ഒത്തിടട്ടെ വിധിയായിടട്ടെ. ഇപ്പൊ കുഴപ്പമില്ല, എന്നാലും അങ്ങോട്ട് ഫുള്ളായിട്ട് ആയിട്ടില്ല. ഈ മോനെ ഈ ആദ്യത്തെ ഒരു ആഡ്ലിപ്പ് പാടിയില്ലേ, അത് ആ രണ്ടാമത്തെ ഒന്ന് ശരിയാക്കാമോ? മോനെ നോട്ട് ആ നോട്ടാണ്. ഓക്കെ. അതൊക്കെ കൊള്ളാം, അതൊക്കെ കൊള്ളാടാ മുത്തേ, നല്ലതായിട്ട് നൈസ്. അതുപോലെ മോനെ ഇപ്പൊ ഒരു സംഗതി പാടില്ല നീ, വിരലടയാളം. ഇബ്രാഹീമിൻ വിരലടയാളം പണ്ടു പതിഞ്ഞൊരു കാബാ ചുമരിൽ. നോട്ട്സ് കറക്റ്റ് ആണോടാ? പക്ക ആവണോടാ, ഇല്ലെങ്കിൽ അതൊരു തെറ്റുപോലെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. ഓക്കേ സർ. മക്കളെ കുളിർനീരേകുമോ, അത് ഫിനിഷിംഗ് ഒന്ന് പക്കയാക്കി. വെന്തുവരണ്ടൊരു ചുണ്ടിലൊരിത്തിരി സംസം കുളിർനീരെനിക്കേകുമോ, അതൊന്ന് ഒരു കൃത്യമാവട്ടെ. സംസം കുളിർനീരെനിക്കേകുമോ, ആ ഒരു ഡൗട്ട്. എപ്പോഴും ആ രീ നോക്കണം. അപ്പൊ മക്കളെ നന്നായിട്ട് തന്നെ പാട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കുറച്ചും കൂടെ കേട്ടോ. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു ശരത് സാർ. ആര് ചേട്ടാ, മെബിന്റെ ഒരു യൂഷ്വൽ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ഇതൊരു ഓക്കെ പെർഫോമൻസ് ആയിരുന്നു. കാരണം മെബിൻ എപ്പോൾ ഫ്ലോറിൽ വന്നാലും ഒരു ബ്രില്യൻ പെർഫോമൻസ് തരാറുണ്ട്. അപ്പം ദിസ് വാസ് ഗുഡ്, മോശമെന്നല്ല. പക്ഷേ മെബിൻ വരുമ്പോൾ ഒരുപാട് പ്രതീക്ഷിക്കും നമ്മൾ, അല്ലേ? അത്രയും ഒരു അടിപൊളി സിംഗറാണ് മെബിൻ. എന്താ പറയുക, ഇത് കുറച്ച് പ്രയാസമുള്ള പാട്ടാണ്. പിന്നെ ഈ ഡിക്ഷൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ നമ്മളിത് ഇത് കഴിഞ്ഞ് പെട്ടെന്ന് ഈ കല്യാണിയിലോട്ട് ഒരു ഷിഫ്റ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും തെറ്റിയതാണോ, നമുക്ക് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു അതെന്താ സംഭവിച്ചത്. ആ ഷിഫ്റ്റ് ഒന്ന് പാടാം. രണ്ടുപേരും കൂടെ പാടിയതുകൊണ്ട് ആയിക്കോട്ടെ, നമുക്കിപ്പോൾ എത്ര രാഗം വേണേലും ഒരാൾക്ക് പാടാമല്ലോ. ആ ഇതൊക്കെ മനസ്സിലാവുന്ന അറിയോ, ഭയങ്കര സ്പീഡിലേ സംഗതികൾ പോകുന്നത്. ഇത്രയും സ്പീഡ് വേണ്ടല്ലോ. ഭയങ്കര റഷ്. നമ്മൾ ഇത്രയും റഷ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ എൻജോയ് ചെയ്യില്ലടാ. നമുക്ക് കേൾക്കുമ്പോൾ ക്ലാരിറ്റി വേണം. ഒരു ഇറ്റ്സ് എ ഡിവൈൻ സോങ് അല്ലേ? അപ്പൊ ഒരു ആ ഡിവിനിറ്റി ആ പാടുന്നതിൽ അള്ളാന്ന് വിളിക്കുമ്പോ ഉള്ളതിലൊക്കെ വേണം. പിന്നെ അതൊന്ന് പാടിക്കേ. താഴെ പാടിക്കോ. ഓക്കെ. കണ്ണിലെരിഞ്ഞു വളർന്നൊരു പാതയിൽ. ഓക്കെ ഓക്കെ ഓക്കെ, അടുത്തത് അതിന് കമന്റ്സ് ഇല്ല. നൊന്തുമുടന്തി നടന്നെത്തും ഞാൻ കണ്ടു വണങ്ങും കുറച്ചുകൂടി എനർജി. നൊന്തു നൊന്തുമുടന്തി നടന്നെത്തും ഞാൻ കണ്ടു വണങ്ങും കിബിലയതൊരു നാൾ. നൊന്തുമുടന്തി നടന്നെത്തും ഞാൻ കണ്ടു വണങ്ങും കിബിലയതൊരു നാൾ. അതങ്ങനെ അങ്ങ് പോയി. അതെന്തത് സാരിഗമപദനിസാണോ? അത്ര നോട്ട്സ് ഉണ്ടെങ്കിൽ അതുവഴി പോണം.
സരിഗമപദനി സ ആ ആ ആ. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരണം മോനെ ഒരു സ്വരം. ആ അതാണ് നോട്ട്സ്. ഇനി അത് ഏത് സ്പീഡില് സരിഗമ സനി ദപ മഗരി സരിഗമപദനി സനി ദപ മഗരി സരിഗമപദനി ഇങ്ങനെ പോണം. നമ്മുടെ കയ്യിൽ നിൽക്കണം ആ നോട്ട്സ് ഒക്കെ. ഓക്കെ സർ. ഇപ്പൊ പെട്ടെന്നത് ചെറിയ സരിഗമപദനി സനി ദപ മഗരി സ എന്ത് അപ്പം കേട്ടാ. ഓക്കെ. അപ്പൊ അത് കുത്തിയിരുന്ന് നീ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. അപ്പം കുറച്ചും കൂടി മോനെ ഒരു പെർഫോമൻസ് ബെറ്റർ ആവായിരുന്നു. ഡിഫിക്കൽട്ട് സോങ് ആണെന്ന് അറിയാം, പക്ഷെ ഇത് നമ്മൾ ഒരു സോങ് അങ്ങനെ എടുക്കുമ്പോൾ അത് നന്നായിട്ട് പ്രസന്റ് ചെയ്യണം. ഇല്ലെങ്കിൽ ഒരു വേറൊരു സോങ് എടുക്കുക നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള. ഓക്കെ, ഓക്കെ ഓൾ സർ. ദ ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക. ഡീറ്റെയിൽഡ് ആയിട്ട് ഇവർ രണ്ടുപേരും പറഞ്ഞു തന്നു. എനിക്ക് ആക്ച്വലി കുറെ കൂടെ ഫീൽ ആവാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. ഈ പറയുന്ന പോലെ പ്ലാൻസിന്റെ റഷ്, ഈവൻ വാക്കുകളുടെ ലെജിബിലിറ്റി, ഓഡിബിലിറ്റി ഒക്കെ പ്രശ്നമായിരുന്നു. ഞാൻ ആദ്യം തന്നെ എഴുതി തുച്ഛം ഈ ജീവിതത്തിന് അർത്ഥമെന്നോ. അപ്പോൾ എല്ലാം ഈ ഝ ധ ഇതൊന്നുമില്ല, ഭയങ്കര ഫ്ലാറ്റ്. അവിടെ തന്നെ നമുക്ക് പാട്ടിൻ്റെ ഫീൽ കുറയും. നമ്മൾ പിന്നെ ഇപ്പം ഈ മെസ്സേജിൻ്റെ അർത്ഥം എന്താണ് അങ്ങനല്ല പറയാം. ഈ മെസ്സേജിൻ്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ പറയില്ലല്ലോ. അർത്ഥം അല്ലെങ്കിൽ തുച്ഛം, സ്വച്ഛം, അപ്പം ആ അക്ഷരങ്ങൾ കൃത്യമായിട്ട് വന്നില്ല. പിന്നെ ശരത്തേട്ടൻ എപ്പോഴും പറയുന്ന പോലത്തെ ഒരു ഗുമ്മ് കിട്ടിയില്ല. ആ ഒരു ഗുമ്മ് മിസ്സിങ് ആയിരുന്നു ഈ പാട്ടിൽ. അത് അടുത്ത തവണ അത് നോക്കണം. പിന്നെ അർത്ഥങ്ങളുടെ പ്രൊനൗൺസിയേഷൻ, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. ശരിക്കും വേറൊരു കാര്യം, അത് പാട്ടിൽ അങ്ങനെയാണെന്ന് തോന്നുന്നു എനിക്ക്. ശരിക്കും പ്രൊനൗൺസിയേഷൻ സംസം എന്നാ, സംസം അല്ല. അത് ഈ ഡെസേർട്ടിൽ ഒരിക്കലും വറ്റാത്ത ഒരു അത്ഭുതമായിട്ട് പ്രത്യക്ഷപ്പെട്ട ഒരു കിണറാണ്. അവിടുന്ന് നെവർ എൻഡിങ്. എൻ്റെ വീട്ടിലുണ്ട് ഒരു ചെറിയൊരു ഇതിൽ സംസം വെള്ളം. ആണോ? പോയിട്ടുണ്ടോ ഷാനിക്ക? ഞാൻ പോയിട്ടില്ല. പോണം, ഇൻഷാ അല്ലാ പോണം. ഓക്കെ, അത്രേ ഉള്ളൂ മോനെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. മെബു, എന്തോ മാർക്സ് ചോദിക്കാം. ചോദിക്കാം. ഹരിച്ചേട്ടാ. 8.4. താങ്ക് യു സർ. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക. 8.3. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ശരത് സർ. മക്കളെ എന്തോ 8.2. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ടോട്ടൽ 24.9 മാർക്സ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.